മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നു. തത്സമയം അതിലേക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFI മുഖ്യമന്ത്രി മകൾ വീണ വിജയനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായി സെക്രട്ടേറിയറ്റ് മുന്നിലേക്കും ഇപ്പോൾ യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം നടക്കുന്ന ആവശ്യങ്ങൾ BJP നേതൃത്വവും കോൺഗ്രസും ഒക്കെ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന് കടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസ് ചെറിയ രീതിയിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചെയ്യാത്ത സേവനത്തിന് കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ മാസപ്പടി വിവാദത്തിൽ SFI മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഈ ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നടക്കം ആരോപണം ഉയർത്തി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യുവമോർച്ച പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നു. സലീം, വിവരങ്ങൾ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പുരോഗമിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തകർക്കാനാണ് പ്രവർത്തകരുടെ ഇപ്പോഴുള്ള ശ്രമം. ഇന്നലെ BJP ഇവിടേക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ഒരു മാർച്ചിലിരുന്ന ഒരു രാത്രിയിൽ ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ തൊട്ടുപിറകെയായിരുന്നു ഈ മാർച്ച് നടന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ കയറിയിരുന്നുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ എണ്ണത്തിൽ കുറവാണ് നിലവിൽ യുവമോർച്ച മാർച്ചിൽ പങ്കെടുക്കുന്നവർ. നേരത്തെ അറിയിച്ചിരുന്നതാണെങ്കിലും യുവമോർച്ച പ്രവർത്തകർ പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും അവരുടെ സമരവീര്യത്തിന് കുറവില്ല. കാരണം അവർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ കയറിയിരുന്നുകൊണ്ട് BJP-യുടേതുൾപ്പെടെയുള്ള കൊടികൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് ചാടാൻ ഒരു പ്രവർത്തകൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഒരു തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ജലപീരങ്കി പ്രയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുമില്ല. വലിയ സമരം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള നീക്കമാണ്. ഇപ്പോൾ രണ്ടാം തവണയും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എണ്ണത്തിൽ കുറവെങ്കിലും പ്രവർത്തകരുടെ സമരവീര്യത്തിന് കുറവ് കാണുന്നില്ല. വലിയ സമരം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ സമരം വലിയ നിലയിൽ വലിയ ശക്തമായി ഈ സമരം തുടരുന്നൊരു പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചുകൊണ്ട് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ആരോപണമെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജിയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി ഈ സമരത്തെ ആ നിലയിലാണ് ഈ സമരം ഇവിടെ തുടരുകയും ചെയ്യുന്നത്. ഇന്നലെ BJP ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ BJP സമരവുമായി രംഗത്തെത്തിയിരുന്നു. BJP-യുടെ സമരം അതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസും സമാനമായി വലിയ സമരം നടത്തിയിരുന്നു. ഇവിടേക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് അതും ചെറിയ തോതിൽ പോലീസുമായുള്ള വാക്കേറ്റവും കയ്യാങ്കളിയിലേക്കും ഒക്കെ എത്തിയത് നമ്മൾ കണ്ടു. പിന്നാലെ ഈ സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് KPCC-യുടെ ഭാഗമായി കോൺഗ്രസ് ഒരു സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമരം അത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എല്ലാ മണ്ഡലം തലങ്ങളിലും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്കാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിന് പിന്നാലെ വലിയ സമരം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന നിലയിലേക്ക് ആലോചനയിലുണ്ട്. അതിനിടയിലാണ് യുവമോർച്ച മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇപ്പോൾ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൽ മുമ്പിൽ നിന്ന് റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇന്നലെയും സമാനമായി യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനിടയിൽ ഇത്തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് റോഡ് ഉപരോധം ഉണ്ടായിരുന്നു. ആ റോഡ് ഉപരോധത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്നത് ഇന്നലെ കണ്ടതാണ്. ഇന്ന് വീണ്ടും യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് മാറി ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതിയാക്കി SFI കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത്.